നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആശയങ്ങളും തീരുമാനങ്ങളും നിലപാടുകളും എന്തു തന്നെ ആയാലും വാക്കുകളിലൂടെയെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിന്റെ പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പല രാജ്യങ്ങളിലും പോകുമ്പോൾ അവിടുത്തെ ഫുട്ബോൾ എക്സ്പേർട്ടുമായിട്ട് നടത്തുന്ന ചർച്ചകളും അത് സോഷ്യൽ മീഡിയ ഗിമ്മിക്കിന് വേണ്ടി ആയിരിക്കാം എന്നുള്ളത് മറ്റൊരു വശം. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും ഫുട്ബോളിനെ മെൻഷൻ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം മറന്നിട്ടില്ല. പ്രതിഭയുള്ള താരങ്ങളെ കണ്ടെത്തി അവരെ ഏറ്റെടുത്ത് അവർക്ക് മെച്ചപ്പെട്ട ട്രെയിനിങ് നൽകുന്നതിനെ കുറിച്ച് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു എന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. 2030 നടക്കാൻ പോകുന്ന കോമൺവെൽത്തിന്റെയും 36 നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിന്റെയും ആതിഥേയത്വത്തിന് വേണ്ടിയിട്ടുള്ള ചരടുവലികൾ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ തുടങ്ങിയ വിനോദങ്ങൾക്ക് കൂടുതൽ ഡയസ്പോറ വർദ്ധിപ്പിച്ച് വിശാലമാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് നാഷണൽ ടീമിൽ അണിനിരത്താനുള്ള തന്റെ താല്പര്യം അദ്ദേഹം ആദ്യമായിട്ടല്ല വെളിപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് അതിൽ പറയേണ്ടി വരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ISL ക്ലബ്ബുകളുമായിട്ട് ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺസിനെ, അതായത് OCI പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള താരങ്ങളെ തങ്ങളുടെ ടീമുകളിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കണം എന്ന തരത്തിലുള്ള അറിയിപ്പുകളും കൊടുത്തിട്ടുണ്ട് എന്ന് ഗവൺമെന്റ് അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും ഈ ഒരു ഗവൺമെന്റ് വാക്കുകളിലൂടെയെങ്കിലും ഫുട്ബോളിന് കുറച്ച് പ്രാധാന്യം നൽകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പലപ്പോഴും ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കഴിഞ്ഞ ഏഷ്യ കപ്പിന് ടീമിനെ വിടുന്നില്ല എന്ന് പറയുമ്പം വൻ പ്രഷർ, പോളിസി ചേഞ്ച് വരുത്തിയിട്ടാണ് ഏഷ്യൻ ഗെയിംസിന് ഫുട്ബോൾ ടീമിനെ അയച്ചത്. പക്ഷെ എന്താണ് നടന്നത്? ഇപ്പം റാങ്കിങ് ഡിറ്റർമിനേഷനിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം റാങ്കിങ്ങിൽ ഒരുപാട് താഴെയായിരുന്നു. അപ്പം നിലവിലെ സ്പോർട്സ് പോളിസി അനുസരിച്ച് അവരെ വിടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഏറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച് പോളിസി ചേഞ്ച് ചെയ്തിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ അയക്കാനുള്ള തീരുമാനം എടുത്തപ്പം ഇവിടുത്തെ ISL ക്ലബ്ബുകൾ പ്ലേയേഴ്സിനെ വിട്ടു നൽകിയില്ല. പിന്നെ തട്ടിക്കൂട്ട് പ്ലേയേഴ്സിനെ ഏഷ്യൻ ഗെയിംസിന് വിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം അങ്ങനെ പ്രതിസന്ധികൾ അവർ നേരിടുന്നുണ്ട് എങ്കിൽ പോലും ഫുട്ബോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യുന്നതൊന്നും അവകാശപ്പെടാനോ പറയാനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു മറച്ചു വെക്കാൻ കഴിയാത്ത വസ്തുതയാണ്.